ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സമയം എത്രയായി? നീ പോയി വാങ്ങിച്ചോണ്ടോ? സൂസി, വിവാഹത്തിന് വരാൻ മറക്കരുത്. രേഖയും മകളും തലേ ദിവസമേ വരും. അവരോടൊപ്പം നീയും വരണം. എനിക്ക് സാറിനോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? ഈ അവസ്ഥയിൽ സാറിനോട് പറയണോ വേണ്ടയോന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. ഇനി പറയാതിരുന്നാൽ... എന്താ സൂസി, പറയൂ. സാറിന്റെ മകന്റെ വിവാഹം നടക്കാൻ പാടില്ല. സൂസി? അതെ സാർ, സാറിന്റെ മകൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. സൂസി, നീ എന്തൊക്കെയാണ് പറയുന്നത്? രമ്യമോൾ അങ്ങയുടെ മകന്റെ കുട്ടിയാണ്. രേഖ അങ്ങയുടെ മകന്റെ അവിവാഹിതയായ ഭാര്യയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ബാലചന്ദ്രനകത്തുണ്ടോ? ഉണ്ട്. ബാലേന്ദ്ര. ആ, ഡാഡി വന്നോ? എന്താ ഡാഡി? എന്റെ മക്കൾ എന്റെ മുന്നിൽ കള്ളം പറയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എസ്പെഷ്യലി യു. വിനയനേക്കാൾ എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസം നിന്നെയായിരുന്നു. ഇന്ന് നിന്നെ പറ്റി ചെയ്ത് പറഞ്ഞു കേട്ടപ്പോ എന്റെ മകൻ അച്ഛന്റെ മുമ്പിൽ അതിവിനയം കാണിക്കുന്ന സമർത്ഥനായ ഒരു അഭിനേതാവാണെന്ന് മനസ്സിലായി. ഡാഡി എന്തൊക്കെയാ പറയുന്നത്? രേഖയും നീയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. എന്നോട് കള്ളം പറയരുത്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രമ്യ നിന്റെ മകളല്ലേ? രമ്യ എന്റെ മകളോ? അതെ, രേഖയിൽ നിനക്ക് ജനിച്ച കുഞ്ഞ്. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ല. ബാലേന്ദ്ര, നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചു തരാനും ഞാൻ ഒരുക്കമാണ്. അതിനുള്ള വിവേകം എനിക്കുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെ പറഞ്ഞു മയക്കി അവളുടെ ജീവിതം നശിപ്പിച്ച ശേഷം മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? തെറ്റിതിരുത്താൻ ഇനി സമയം വൈകിട്ടില്ല. വഞ്ചിതയായ പെൺകുട്ടിയുടെ കണ്ണുനീരിന് തന്നെ നശിപ്പിച്ചവനെ ദയിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. കാര്യമറിയാതെ ഡാഡി വെറുതെ ഇമോഷണൽ ആയിരുന്നു. ഡാഡി ഒരു ഹാർട്ട് പേഷ്യന്റ്. നടന്നെന്താണെന്ന് ഞാൻ പറയാം. രേഖ ഇന്ത്യൻ എയർലൈൻസിലെ ഒരു എയർ ഹോസ്റ്റസായി. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും സ്നേഹബന്ധത്തിലായത്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്നേഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തന്റെ ഇടവും എനിക്കുണ്ട്. പിന്നെ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? പക്ഷെ അവൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് എന്നേക്കാൾ വലുത് അവളുടെ ബന്ധങ്ങളും കടപ്പാടുകളുമായിരുന്നു. ഞാനിത് വിശ്വസിക്കണം അല്ലേ? ഡാഡി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യത. അന്ന് ഞാനും രേഖയും വെസ്റ്റേൺ റീജിയനിലായിരുന്നു. വീട്ടിലേക്ക് ഉടനെ ചെല്ലണമെന്ന് പറഞ്ഞ് ബോംബെയിൽ വെച്ച് അവൾക്കൊരു ടെലിഗ്രാം കിട്ടി. അവൾ നാട്ടിലെത്തിയതിന്റെ 5-ാം ദിവസം എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി. പ്രിയമുള്ള ബാലേട്ട, തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കത്ത് കിട്ടുക. എന്നോട് ക്ഷമിക്കൂ. ബോംബെയിൽ നിന്ന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. പെട്ടെന്നുള്ള ഒരു അറ്റാക്ക്. നമ്മൾ കൊതിക്കുന്നതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. ബാലേട്ട, എല്ലാ ബന്ധങ്ങളുടെയും അവസാനം ദുഃഖമാണോ? ക്ഷമിക്കൂ ബാലേട്ട. അച്ഛന്റെ സഹോദരിയുടെ മകനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. തകർന്ന മനസ്സോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എന്നെ മറന്നേക്കൂ എന്ന് രേഖ. ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ കാണാൻ അവളുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ ചെന്നു. എന്നോട് ക്ഷമിക്കൂ ബാലേട്ട. ബാലേട്ടൻ എന്നെ മറക്കണം. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? വിധി നമ്മളെ തമ്മിൽ അകറ്റുകയാണ് ബാലേട്ട. അച്ഛൻ എന്റെ വിവാഹം നിശ്ചയിച്ചു. അതെ ബാലേട്ട. ഞാൻ ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ഒരു അറ്റാക്കായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അനാഥയാകുമല്ലെന്ന ദുഃഖമായിരുന്നു അച്ഛൻ. അച്ഛന്റെ സഹോദരിയുടെ മകനെ കൊണ്ട് ഇന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടാണ് അച്ഛൻ എന്നെ വിളിപ്പിച്ചത്. ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് എതിർത്തു നോക്കി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ ബന്ധത്തിന് നീ ഇത്രയും വില കൽപ്പിച്ചിട്ടുള്ളൂ. നിന്നെ ഈ നിമിഷം ഞാൻ ഇവിടെ കൊണ്ടുപോകാം. നമ്മുടെ ബന്ധത്തെ എന്റെ ഡാഡി എതിർക്കില്ല. എതിർത്താൽ തന്നെ നിന്റെ കഴുത്ത് ഞാൻ താലിയിട്ടു. വയ്യ ബാലേട്ട, എനിക്കതിന് വയ്യ. മരണക്കിടക്കയിൽ കിടക്കുന്ന എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് വയ്യ ബാലേട്ട, എനിക്കതിന് വയ്യ.
എനിക്ക് എന്റെ അച്ഛനെ അനുസരിച്ചേ പറ്റൂ. അപ്പോ ഞാൻ നിനക്ക് ആരുമല്ല അല്ലേ? അവളെ മറക്കാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ വീണ്ടും കാണുന്നത്. ഇപ്പോൾ ആർക്കോ ജനിച്ചൊരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഡാഡിയുടെ മുമ്പിൽ അവൾ ഈ നാടകമാടുന്നത്. ഇനി ഡാഡിക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഡാഡി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചത്. എനിക്കൊരു വിവാഹം വേണമെന്നില്ല. പക്ഷേ പകരം രേഖയെ സ്വീകരിക്കാൻ ഡാഡി എന്നോട് പറയുന്നു, പ്ലീസ്. ഈ വരുന്ന 15-ാം തീയതി അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. ആ വിവാഹം മുടക്കാൻ വേണ്ടിയാണോ രമ്യമോൾ അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സൂസൻ എന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്? ഞാൻ ആരെയും ആരുടെയും പറഞ്ഞു വെച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നിരിക്കും. അത് ചെറുപ്പത്തിന് ചാബല്യം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. മറ്റാരിലോ ജനിച്ച കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ നിനക്ക് എന്റെ മകനെ കിട്ടിയുള്ളൂ. എന്താണ് എന്റെ ഉദ്ദേശം? സാർ, ഞാനും ബാലേട്ടനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ആയിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നപ്പോ നീ അവനയച്ച ഈ കത്ത് നീ എഴുതിയതല്ലാന്ന് പറയാൻ കഴിയോ? ഞാൻ എഴുതിയതാണ്. നീ വഞ്ചിച്ച നിരാശയിൽ കഴിയായിരുന്നു അവൻ. ഇപ്പോ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് വിവാഹത്തിന് അവൻ സമ്മതിച്ചെന്നറിയാമോ? ആ വിവാഹം നീ മുടക്കാൻ വന്നാൽ നിനക്കും നിന്റെ മകൾക്കും ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേഷം കിട്ടുന്നതെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി. ഇതാ 25,000 രൂപയുണ്ട്. പോരെങ്കിൽ ഇനിയും നിനക്ക് എന്നോട് ചോദിക്കാം. പണത്തിന് വേണ്ടി മാതൃത്വം പണയപ്പെടുത്തുന്ന പല സ്ത്രീകളെയും സാറ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തില്ല. ഓഹോ, അപ്പൊ എന്റെ മകനെയാണ് നിനക്ക് ആവശ്യം. നിന്റെ ആ മോഹം നടക്കാൻ പോകുന്നില്ല. അവന്റെ വിവാഹം മുടക്കി അവനെ എന്നെ അപമാനിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. വേണ്ടി വന്നാൽ നിന്നെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മകനെ സ്നേഹിച്ചവളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയായത്. അങ്ങക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഇതാ ബാലേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ജീവിച്ചത്. പൈലറ്റായ അമ്മയുടെ മകനും എയർ ഹോസ്റ്റസായ ഞാനും ജീവനത്തിലെ സ്നേഹിച്ചവരാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങോട് പറയാൻ വരെ ബാലേട്ടൻ തീരുമാനിച്ചതാണ്. ഒരു ദിവസം ഞാൻ ബോംബെയിൽ നിന്നും 3 ദിവസത്തെ ലീവിന് വീട്ടിലെത്തി.